ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ തൻ്റെ പേടിയൊക്കെ മാഷോട് പറയുകയാണ്. ഇനിയിപ്പോൾ അവിടെ വിക്രം ശങ്കരനാരായണൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അങ്ങനെ വേദ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അത് അവരുടെ വീട്ടിലാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയാണ്, എന്നാലും എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല, അവിടെയൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാലെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, നിൻ്റെ വായന ശരിക്കും പറഞ്ഞിങ്ങനൊന്നും വരാൻ പാടില്ല, നമുക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാതോർത്തിരിക്കുന്നവരാണെന്ന് പറയട്ടോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ശങ്കരനാരായണൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗോഡൗണിൽ നിന്നോ ഒക്കെ വേദ അവനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പോലീസുകാർ അവനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ ഇതുവരെ ഉണ്ടാക്കിയ റെപ്യൂട്ടേഷനൊക്കെ ബാധിക്കില്ലേ അത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതും ശരി തന്നെയാണെന്ന് പറയുകയാണേ. അപ്പോൾ തൽക്കാലം നമ്മൾ വിക്രമിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് നല്ലത്. കാരണം വേദ ഉറപ്പായിട്ടും ഇതിനുള്ളൊരു പോംവഴി കണ്ടിട്ടുണ്ടാവും. അതിനി അധികം നാളൊന്നുമില്ല. ഉറപ്പായിട്ടും വിക്രം തെറ്റുകാരനല്ലാന്ന് തെളിയിക്കുന്ന ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാവും വേദ. അത് ഉറപ്പായിട്ടും വേദ അത് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുവരെ നമ്മൾ വിക്രമിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ പാടില്ല. നിൻ്റെ വായിൽ നിന്ന് അതൊന്നും വീഴാൻ പാടില്ല എന്നൊക്കെ പറയില്ല. ഞാനൊരിക്കലും അത് ആരോടും പറയില്ല മാഷേ. എന്തായാലും അവർ ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി എന്നൊക്കെ കമലാമ്മ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജോണിയും ജോസഫും കൂടിയിട്ട് ഇങ്ങനെ കടയിൽ വന്ന് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, നമുക്കിനി ഈ നാട്ടിലേക്ക് തിരിച്ചു പോകുമൊന്നും വേണ്ട, എന്തായാലും പിന്നെ നാളെ വാസൻ സാറിൻ്റെ കൂടെ ഇങ്ങോട്ട് വരണം, നമുക്ക് എന്തായാലും അനിയൻകുട്ടൻ്റെയും പുളിക്കൻ്റെ അടുത്തേക്ക് പോയാലെന്ന് പറയണം. അപ്പോൾ ജോണി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, നമുക്ക് എന്തായാലും നേരം ഒന്നും അധികമായിട്ടില്ലേ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ജോണി ജോസഫിന് തടയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു ചായ കുടിക്കും, നീ അനിയൻകുട്ടനെ വിളിച്ചിങ്ങായിട്ട് ഭക്ഷണം വാങ്ങിച്ച് അവരോട് രണ്ടുപേരോട് കഴിച്ചോളം പറയും, നമുക്ക് താൻ അടിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അടിക്കും, ഇവിടെ നാട്ടിൽ നല്ല സ്വയംഭം സാധനം കിട്ടും, നമുക്ക് അത് നോക്കാമെന്നൊക്കെ പറയുകയാണെ. ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ശ്രീകാന്തിനെ ഫോൺ വിളിച്ച് വിവരമൊക്കെ അറിയിക്കുകയാണ്. അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് ചെന്നാൽ മതി എന്നൊക്കെ പറയുകയാണെ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അത് ചായ കുടിച്ചിട്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ പുളിക്കനെയും അനിയൻകുട്ടനെയാണ്. എന്നിട്ട് പുളിക്കനാണ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. എനിക്ക് എന്താ ടെൻഷൻ, കുറ്റബോധമാണോ? ഈ കുറ്റബോധമൊന്നുമല്ല, പേടിയാണ്. ആഹാ, ഒരുത്തൻ്റെ കുത്താൻ ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കൊടുത്തിട്ടും നിനക്കൊരു കുറ്റബോധവും ഇല്ല. സ്വന്തം കൂട്ടുകാരനെ പോലെ കരുതിയിരുന്ന ഒരാളെ ഒറ്റ കൊടുത്തിട്ട് നിനക്ക് കുറ്റബോധമൊന്നും ഇല്ലല്ലേ, നീ ആൾ കൊള്ളാലോടോ എന്നൊക്കെ അനിയൻകുട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ശ്രീനി സാർ എന്തായാലും എനിക്കറിയാലോ ഈ വിക്രം അത് ചെയ്തിട്ടില്ല 100% ഉറപ്പിച്ചിട്ടുള്ള ആളാണ്. പിന്നെ വാസവനും ശ്രീനി സാറും തമ്മിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്തും നമ്മുടെ ചന്ദ്രശേഖരൻ അവിടേക്ക് വരികയാണ്. ഈ സമയത്ത് അനിയൻകുട്ടൻ ഭക്ഷണം മേടിക്കാനായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അനിയൻകുട്ടൻ പോകുന്നത് ഇവർ കാണുന്നുണ്ട്. ആ ചെറുക്കൻ പോയിട്ടുണ്ട്, ഭക്ഷണം മേടിക്കാനെങ്ങാനും പോയതോ. ജോണി പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തായാലും വേഗം കാര്യം കഴിച്ച് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് വന്നിട്ട് പുളിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുളിക്കാൻ ഇങ്ങനെ ചാടി എഴുന്നേക്കാണ്. അവനെ വിളിച്ച് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഒളിച്ച് മാറി നിൽക്കും കേട്ടോ. അപ്പോൾ പുളിക്കാൻ വന്നിട്ട് പുറത്തൊക്കെ നോക്കുകയാണ്, ആരാ വിളിച്ചതെന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുളിക്ക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ പിന്നീന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ രണ്ടുപേരും അങ്ങോട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ പുളിക്കനും ഇങ്ങനെ അവരെ കാണുമ്പോഴത്തേന് ആകെ ഒരു വല്ലാണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പുളിക്ക, താൻ എന്താടാ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്നത് എന്നൊക്കെ ചന്ദ്രശേഖരനും ശ്രീകാന്തൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ അത് എന്ന് പറയാൻ കേട്ടോ, അതെ താൻ എന്തിനാണ് ഇങ്ങനെ ഒളിച്ച് താമസിക്കാനൊക്കെ നിൽക്കുന്നത്, താൻ പറഞ്ഞ വാക്കിൽ തനിക്ക് കുറച്ച് നിന്നാൽ പോരെ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുകയാണേ. ഇതേ സമയം അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് പൊറോട്ടയും ബീഫൊക്കെ പാർസൽ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് വന്നതെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദൂരം നിന്ന് വന്നാണ്, നാളെ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെ തന്നെയാണ്. ശ്രീകാന്ത് ഇങ്ങനെ പറയുകയാണ്, നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതല്ലേ, എന്നിട്ട് നീ ഇപ്പം ഞങ്ങളോട് പോലും പറയാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ച് താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നീ ഇപ്പം എന്തായാലും വാസവനോട് കാര്യങ്ങളൊക്കെ പറയാൻ പോകല്ലേ. അയ്യോ സാറേ, ഞാനങ്ങനെ കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ പോകുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, എടോ പുളിക്ക, നിനക്ക് അവിടെ തന്നെ നിന്നാൽ പോരെയായിരുന്നു, നീ പറഞ്ഞ കാര്യത്തിൽ ഉറച്ച് നിന്നാൽ മതിയായിരുന്നു, അപ്പോൾ പിന്നെ നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തന്നെ. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് താൻ മാത്രം ഒളിച്ച് വന്ന് ഇവിടെ താമസിക്കുന്നതല്ലേ ഇപ്പോൾ പ്രശ്നമായത്. വാസവൻ സാറ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നാണ് ഇവർ പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ.
അങ്ങനെ അറിയാൻ കാരണം താൻ തന്നെയല്ലേ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം അനിയൻകുട്ടൻ ഭക്ഷണം വാങ്ങിച്ചിട്ട് തിരികെ വരുന്നുണ്ട്. അപ്പോഴേക്കും പുളിക്കനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ ശ്രീകാന്ത്. എന്നിട്ട് പറയുന്നുണ്ട്, പുളിക്കൻ പറയാണ്, അയ്യോ സാറേ, സാറിൻ്റെ പേരൊന്നും ഞാൻ പറയൂല, ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ ഒറ്റയ്ക്കെടുക്കൂല എന്ന് പറയാം കേട്ടോ. ഓ പിന്നെ ഒറ്റയ്ക്കെടുക്കാത്ത ഒരാൾ, എടോ ഞാനൊരു കാര്യം പറയട്ടെ, ചാള മാർക്കറ്റിൽ വെച്ചിട്ട് ശ്രീനി സാറിൻ്റെ വണ്ടി തൻ്റെ മേത്തൊന്ന് മുട്ടി. താൻ ആൾക്കാരൊക്കെ ബഹളം കൂട്ടിയപ്പോൾ താൻ പറഞ്ഞ് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്ന് പറഞ്ഞ് ശ്രീനി സാറിൻ്റെ കൂടെ കൂടിയാനല്ലേ. അത്രയും വർഷങ്ങളായിട്ട് കൂടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ തനിക്ക് വേണ്ടി ചെയ്തു തന്ന ആളെ ഒറ്റിയില്ലേ നീ? അപ്പോൾ പിന്നെ നിനക്ക് ഞങ്ങൾ ഒറ്റാനാണോ പണി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്രശേഖരൻ പറയാണ്, എന്തായാലും വാസുവിനോട് താൻ നാളെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പോകല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾക്കും ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പുളിക്കിന് എന്തോ സംശയമൊക്കെ തോന്നി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ പുളിക്കിനോട് ശ്രീകാന്ത് പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും താൻ നാട്ടിലേക്ക് വരാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ വാസുവിനോട് കാര്യങ്ങൾ പറഞ്ഞ മുമ്പ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് കണ്ടിട്ട് കുത്താണ് കേട്ടോ. കുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുത്തിങ്ങനെ താഴത്ത് നിലത്ത് വീട് കെടുക്കാണ്. പുളിക്കൻ കുറേ കുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനിയൻകുട്ടൻ ഇതൊക്കെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അനിയൻകുട്ടൻ ആകെ കൈയൊക്കെ വിറച്ച് ഭക്ഷണപ്പൊതിയൊക്കെ താഴ്ത്ത് വീണ് പോകുകയാണ് കേട്ടോ. പക്ഷേ ഒച്ചെടുക്കാതെ അനിയൻകുട്ടൻ അവിടെ സൈഡിൽ മാറി നിൽക്കണേ. പിന്നെ ശ്രീകാന്ത് പുളിക്കനെ കുത്തിയിട്ട് പിന്നെ പുളിക്കനെ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി അകത്ത് ഇട്ടിട്ട് അവിടെ വെള്ളം ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിച്ച് ചോറൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ ഓടിപ്പോവുകയാണ്. അനിയൻകുട്ടൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. പക്ഷെ ഇവർ അനിയൻകുട്ടനെ കാണുന്നില്ല. പിന്നെ കാണിക്കുന്നത് വേദനയും വിക്രമിനെയാണ്. വിക്രം ഇങ്ങനെ ഉറങ്ങുന്നു നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദ ഇങ്ങനെ ഇരിക്കുന്നൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് വേദല്ല വിക്രം ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വേദ തന്നെ അങ്ങനെ നോക്കിയിരിക്കണാണ്. ആഹാ, താനിതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയട്ടോ. ആണോ, നല്ല കാര്യമായിട്ടുള്ള എന്തോ ആലോചനയുള്ള ആളല്ലോ, എന്താ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേദം ഇങ്ങനെ പറയട്ടോ, അത് പിന്നെ എനിക്ക് എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ടല്ലോ എന്ന് പറയട്ടോ. ആ, ചെറിയൊരു കാര്യമുണ്ട് എന്ന് പറയട്ടോ. എന്താ, വല്ല രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേദ പറയും, ആ രഹസ്യമൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ തനിക്ക് എന്നോട് പറയാത്ത രഹസ്യങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കും കേട്ടോ. തന്നോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യം എനിക്കുള്ളതെന്ന് വേദ അപ്പോൾ പറയാൻ കേട്ടോ. പിന്നെ എന്താ ഇപ്പോൾ ടെൻഷൻ എന്ന് ചോദിക്കട്ടെ. അത് പിന്നെ എൻ്റെ ഭർത്താവ് എടുത്തുചാട്ടക്കാരനും മുൻകോപക്കാരനും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ കാര്യം തുറന്നു പറയാനായിട്ട് എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, താൻ എന്തായാലും പറയുമെന്ന് പറയും കേട്ടോ. അന്നേരം വേദ പറയാണ്, അത് ഞാൻ പിന്നെ എന്നൊക്കെ പറയട്ടോ. എന്ന് പറയട്ടോ. അങ്ങനെ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ, വെറുതെ തമാശയ്ക്ക് എന്ന് പറയട്ടോ. അപ്പോൾ കൈ പിടിച്ച് വേദ ഇങ്ങനെ കൈ വെച്ചിട്ട് പറയാണ്, അതെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറയട്ടോ. നീ കാര്യം പറയും, എന്തോ സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ, അപ്പോൾ വാക്കുതായോ, പ്രോമിസ് ചെയ്താൽ മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം ലാസ്റ്റ് ഇങ്ങനെ കയ്യിലടിച്ചിട്ട് പ്രോമിസ് കൊടുക്കുകയാണ് കേട്ടോ. ശരി, നീ പറയുന്നത് പോലെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയട്ടോ. അന്ന് വിക്രം മലയ്ക്ക് പോയ സമയത്ത് നടന്ന കാര്യങ്ങൾ എനിക്ക് വിക്രമും കൂടെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ എന്താ, അന്ന് ഞാൻ അവിടെ നിന്ന് പോകുന്നതും വിക്രമിനെതിരെ എൻ്റെ വീട്ടിലേക്ക് ഡിവോഴ്സ് നോട്ടീസ് ഒക്കെ അയച്ചത് ഒരാൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടോ എന്ന് ചോദിക്കണ്ട. അതെ, ഒരാൾക്ക് വേണ്ടിയിട്ട്. ആർക്ക് എന്ന് ചോദിക്കട്ടോ. അത് വിക്രമിൻ്റെ അച്ഛന്, നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പറയൂട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രം ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മാഷയുടെ ജീവന് വേണ്ടിയിട്ടാണ് വേദ അവിടെ നിന്ന് പോകുന്നതെന്നുള്ള കാര്യം വേദ ആ സമയത്ത് വെളിപ്പെടുത്താണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം ആകെ ഞെട്ടിത്തറിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ പ്രമോണ് കാണിക്കുന്നത്, പിന്നെ പ്രമോല് വിക്രം ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പിടിച്ചു വലിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്, ഞാൻ പറഞ്ഞതനുസരിക്കണം, ഞാൻ പറഞ്ഞതല്ലേ, എടുത്ത് ചാടി ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴുള്ള നമ്മുടെ ഈ ഒരു ബന്ധം കൂടി ഇല്ലാതാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദ വിക്രമും കൂടിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെ വേദ ഇങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട്, അതെ ഈ ഒരു ഇരിപ്പിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും ഈ കള്ളനെ കയ്യോടെ പിടിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറയാണ്ടേ. അപ്പോൾ പറയും, ഞാൻ ഒരു തലനയിൽ തന്നെ കെട്ടിപ്പിടിച്ച് പറയും, ഞാൻ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഇതെൻ്റെ പെണ്ണാണ്, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോടോ എന്ന് പറയുന്നു, ആര് വന്നാലും ഞാൻ അങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നതായിട്ടുള്ള പ്രമോ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.